ഹായ് ഹലോ, നമുക്കിന്നൊരു ചിക്കൻ പിസ്സയുടെ റെസിപ്പി നോക്കിയാലോ? ഓവനൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി ചിക്കൻ പിസ്സ ഉണ്ടാക്കിയെടുത്താലോ? ഇതിലേക്കുള്ള പിസ്സ സോസും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിസ്സ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനായി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിന് പകരം സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. 1/2 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അത് ചേർത്തിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അല്പം സ്റ്റിക്കി ആയിട്ട് മാവ് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി മാവിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ തടവി എയർ കടക്കാത്ത വിധത്തിൽ മൂടി വെക്കാം. 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാപ്സിക്കം, ഒണിയൻ, ടൊമാറ്റോ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ടൊമാറ്റോയുടെ സീഡ് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അതിനായി 6-7 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഒറിഗാനോ, പഞ്ചസാര, ഉപ്പ്, ചില്ലി ഫ്ലെക്സ് ഇതെല്ലാം നമ്മുടെ കെച്ചപ്പിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി ഇത് 2 പീസായിട്ട് മാറ്റിയെടുക്കാം. ഞാൻ 2 പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 കപ്പ് മൈദ കൊണ്ട് 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ പാനിലാണ് ഞാനിത് റെഡിയാക്കാൻ പോകുന്നത്. അതിനായി പാനിൽ അല്പം ഒലിവ് ഓയിൽ തേച്ചതിന് ശേഷം 1 പീസ് മാവെടുത്ത് പരത്തി കൊടുക്കാം. അതിൽ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാൻ മറക്കല്ലേ, ഓവറായിട്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം തിരിച്ചും ഇട്ട് ഇതേ രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കൂടുതലായിട്ട് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ഒണിയൻ, ടൊമാറ്റോ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇനി മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനുള്ള ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചീസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ പിസ്സ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ചീസിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ, അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലെക്സ് ഇത് രണ്ടും ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം വീണ്ടും വേവിച്ചെടുക്കാം. നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള അടിപൊളി പിസ്സ റെഡിയാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റ് ഇടാൻ മറക്കല്ലേ.